കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. രോഗഗ്രസ്തമായുള്ള ഈ സമൂഹത്തിൽ ഒരുപക്ഷേ കോവിഡ് മഹാമാരി സമൂഹത്തെ മുഴുവൻ അഞ്ഞടിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവയുടെ മധ്യത്തിൽ ഈ പ്രത്യാശയുടെ സന്ദേശവാഹകരായിരിക്കാൻ ക്രിസ്തു സാന്നിധ്യമായി ക്രിസ്തീയ സഭ തീരുവാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷിയായിട്ടുള്ള ആദ്യ മിഷണറിയായ മഗ്ദലന മറിയം യേശു സൗഖ്യമാക്കിയ സ്ത്രീയായിരുന്നു. അത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ വസ്തുവകൾ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സ്ത്രീ രത്നമായിരുന്നു. യേശു അവസാന നാളിൽ സഹിക്കേണ്ടി വന്ന കഷ്ടതകൾക്ക് സാക്ഷിയായി ആ കഷ്ടതകളിൽ പങ്കുചേരുന്ന ഒരു സ്ത്രീ രത്നമായിട്ട് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ശബത്തായതിനാൽ അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ ശബത്ത് കഴിഞ്ഞപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയ്ക്കലെത്തിയാണ് ഈ മൃതശരീരത്തിന് സുഗന്ധം പൂശുവാൻ. അപ്പോൾ കല്ലുരുട്ട് മാറ്റിയിരിക്കുന്നതും ശൂന്യമായിട്ടുള്ള കല്ലറയും കാണാണ്. മറിയ എന്നുള്ള വിളി മനസ്സുകൊണ്ട് മനസ്സിനെ തൊടുവാൻ കഴിയുക എന്ന് പറയുന്നത് ഇതാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ മറിയയ്ക്ക് പ്രയാസമില്ലായിരുന്നു. മനസ്സുകൊണ്ട് മനസ്സിനെ തൊടുക. മറിയെ ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറയുന്നു, താൻ കണ്ട കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാണ്. അവർ കണ്ടു, വിശ്വസിച്ചു. ഒന്ന്, ഇത് മറിയയുടെ യാത്ര, മഗ്ദലന മറിയത്തിൻ്റെ യാത്ര പ്രത്യാശയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. പ്രത്യാശയിലേക്കുള്ള യാത്ര, ഉയർത്തെഴുന്നേൽപ്പിന്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് തെളിവുകളായിട്ട് 4 കാര്യങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, എംപ്റ്റി ടോംബ്, ശൂന്യമായിട്ടുള്ള കല്ലറ. 2, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന പ്രത്യക്ഷതകൾ 12 ഇടങ്ങളിൽ സുവിശേഷങ്ങളിലും മറ്റുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3, ശിഷ്യന്മാർക്കുണ്ടായ വ്യത്യാസം. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ എന്ന് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ സജീവമായി, സർഗശക്തി സജീവമായി. 4, ചർച്ച് ഒറിജിനേറ്റഡ് ആസ് എ റിസറക്റ്റഡ് കമ്മ്യൂണിറ്റി, സഭയുണ്ടായി. പെന്തിക്കോസ്ത് നാളിൽ രൂപപ്പെട്ട വിസിബിൾ ചർച്ച്, സഭയുണ്ടായി. ജീവിതത്തിൻ്റെ ദിശ മാറി സഞ്ചരിച്ചവരായി ഈ ശിഷ്യന്മാർ അവർ ഗലീലയ്ക്ക് പോവുകയാണ്. എന്താണ് ഗലീലയുടെ പ്രത്യേകത? ഗലീലി ഓഫ് ജെൻറ്റൈൽസ് എന്നാണ് പറയുന്നത്. വിജാതീയരുടെ ഗലീലി എന്നാണ് പറയുന്നത്. അസംഘടിതരായിട്ടുള്ള ആളുകൾ പാർക്കുന്ന ഇടമായിരുന്നു ഗലീലി. അനേക ദൈവങ്ങളെ ആരാധിച്ചിരുന്നതായുള്ള അതുതന്നെ അവരുടെ ഇടയിൽ അസംഘടിതമായിട്ട് ആയിത്തീരുവാൻ മുഖാന്തരമായി തീർന്നു. ജീവിതത്തിൻ്റെ ദിശ മാറുന്നത് നാം ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ്. പത്രോസിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദി ഇൻവേഷൻ ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടെ കടന്നുകയറ്റമായിരുന്നു പത്രോസ് കരയ്ക്കടുപ്പിച്ചിട്ടിരുന്ന വള്ളത്തിൽ യേശു കയറിയപ്പോൾ സാധ്യമായി തീർന്നത്. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ പടക് കരയ്ക്കടുപ്പിച്ചിട്ട് വല കഴുകിക്കൊണ്ട് നിൽക്കുന്നതായുള്ള പത്രോസിൻ്റെ പടകിലേക്ക് യേശു കയറിയപ്പോൾ കൃപയുടെ കടന്നുകയറ്റമായിരുന്നു.
ഈ വർഷത്തെ ഈ കൺവെൻഷനിൽ ഇത്രയും ആളുകൾ വിവിധങ്ങളായുള്ള ഇടങ്ങളിൽ നിന്ന് ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചു കൊണ്ടുവരുവാൻ കാരണം കൃപയുടെ കടന്നുകയറ്റമാണ്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം സീ ലൈഫിൽ നിന്ന് സാക്രമെൻ്റൽ ലൈഫിലേക്ക് തൻ്റെ ജീവിതം രൂപപ്പെടുകയാണ്. കടൽ ജീവിതത്തിൽ നിന്ന് കൂദാശിക ജീവിതത്തിലേക്ക് താൻ മാറ്റപ്പെടുകയാണ്. ഇന്ന് നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഫ്രം സീ ലൈഫ് ടു സാക്രമെൻ്റൽ ലൈഫ്, ഫ്രം ഓക്കുപ്പേഷൻ ടു ഒബീഡിയൻസ്. തൊഴിൽ ചെയ്യുന്ന തൻ്റെ തൊഴിലിനേക്കാൾ പ്രധാനമായിട്ട് ക്രിസ്തുവിനെ അനുസരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കാണുകയാണ്. ഫ്രം നോൺ ടു ദി അൺനോൺ. ഇത് സുപരിചിതമായിട്ടുള്ള ഒരു തൊഴിലായിരുന്നു മീൻപിടുത്തം. മനുഷ്യരെ പിടിക്കുന്ന ജോലിയിലേക്കാണ് വിളിച്ചാക്കിയിരിക്കുന്നത്. ഫ്രം നോൺ ടു ദി അൺനോൺ. ജീവിതത്തിൻ്റെ ദിശ മാറുകയാണ്. ഒരു മുക്കുവൻ യേശുവിൻ്റെ പ്രധാന ശിഷ്യനായിട്ട് മാറുകയാണ്. വീണ്ടും തകർച്ചയിലേക്കാണ് മാറുന്നത്. എ സ്നൂസിങ് ഡിസൈപ്പിൾ. ഗെത്സമനയിൽ ഉറങ്ങുന്നതായുള്ള പത്രോസ്, കുറുക്കമ്മലിക്കുന്നതായുള്ള പത്രോസ്. ഡിസൈപ്പിൾ അറ്റ് എ ഡിസ്റ്റൻസ്. യേശുവിനെ അകലം വിട്ട് പിൻചെന്നതായുള്ള പത്രോസ്. ഡിസൈപ്പിൾ ഹു ഡിനൈസ് ഹിസ് മാസ്റ്റർ. തൻ്റെ യജമാനനെ തള്ളിപ്പറയുന്നതായുള്ള പത്രോസ്. എവിടെയാണ് സമാധാനം സാധ്യമായി തീരുന്നത്? നീതീകരണം ദൈവം ക്രിസ്തുവിൽ സാധ്യമാക്കിയെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നീതീകരണം സാധ്യമായെങ്കിൽ സമാധാനം നാം ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവമാണ്. ഉത്തമോദാഹരണമാണ് ലൂക്കോസിന് ശേഷം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. സക്കായി, റോമ ഗവൺമെൻറ്റിൻ്റെ ചുങ്കം പിരിവുകാരൻ സക്കായിയുടെ അനുഭവം. യേശു അവിടേക്ക് കടന്നു എന്നപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിന് ആകമാനമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണ്. എനിക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് പകുതി, അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ജീവിതത്തിലെ അത്യാഗ്രഹങ്ങളുടെ മറുപേരാണ് മാലിന്യം എന്നുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങളല്ല. അത്യാഗ്രഹങ്ങളുടെ മറുപേര് മാലിന്യമെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ ഈ മാലിന്യം തൂത്തുമാറ്റുവാൻ, തുടച്ചു മാറ്റുവാൻ ഒരു ചൂല് ഉള്ളിൽ ആവശ്യമാണ് എന്ന് പറയപ്പെടുന്നത്. കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന 30 ലക്ഷം വീടുകൾ കഴിഞ്ഞ ഇടയ്ക്ക് പത്രത്തിൽ വന്ന വാർത്തയാണ്. 10 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഭവനരഹിതരായി ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയേണ്ടി വരുന്നു. സക്കായി തൻ്റെ ജീവിതം യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ രൂപപ്പെടുത്തിയപ്പോൾ തൻ്റെ ജീവിതമാകമാനം മാറുകയും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഉത്ഥാനത്തിൻ മഹോത്സവത്തിൽ വസന്തത്തിൻ്റെ അനുഭവം സൃഷ്ടിക്കുന്ന ഈ യാത്ര, 1 പ്രത്യാശയിലേക്കുള്ള യാത്രയായിരുന്നു. 2 ഇത് ആത്യന്തികമായുള്ള സത്യത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലിലേക്കുള്ള യാത്രയായിരുന്നു. മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കലെത്തുമ്പോൾ കണ്ട കാഴ്ച ശൂന്യമായിട്ടുള്ള ഈ കല്ലറ, ആത്യന്തികമായിട്ടുള്ള യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ ആ സത്യത്തിലേക്ക്, ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്ക് താൻ എത്തിച്ചേരുകയാണ്, മറ്റ് ശിഷ്യന്മാരും എത്തിച്ചേരുകയാണ്. ക്രോസ് ഈസ് എ ചലഞ്ച് ടു ചേഞ്ച് അവർ ഓർഡിനറി സിറ്റുവേഷൻസ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ്. നമ്മുടെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളെ അസാധാരണമാക്കി തീർക്കുവാനായിട്ടുള്ള വലിയ വെല്ലുവിളിയാണ് ക്രൂശ് നമുക്ക് നൽകുന്നത്. സ്വയം നഷ്ടപ്പെടുവാൻ സന്നദ്ധയില്ലാത്ത ആത്മീയത വളരെ ഇന്ന് പ്രകടമാണ്. ആധ്യാത്മികത ഒരു സമർപ്പണവും ഒരാത്മബന്ധം, ആ ബന്ധത്തിലുളവാകുന്ന നിയോഗത്തിനായിട്ടുള്ള സമർപ്പണവുമാണ്. നമുക്ക് മോശയുടെ ജീവിതം അറിയാം. മോശയെ ദൈവം ഒരേ പർവ്വതത്തിൽ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ ജനത്തെ വിടുവിക്കുവാനായിട്ടുള്ള ദൗത്യം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് ഉപയോഗാധിഷ്ഠിതമായുള്ള ജീവിതശൈലി ബന്ധങ്ങളിൽ നാം അന്യോന്യം പുലർത്തുമ്പോൾ തന്നെ നാം ജീവിക്കുന്ന ഈ പരിസ്ഥിതിയോട് അപ്രകാരം നമ്മുടെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്നു. യൂട്ടിലിറ്റി ബേസ്ഡ് ആണ്.
ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ ആണ് നാം മറ്റുള്ളവർക്കായിട്ട് നൽകുന്നത്. അതുകൊണ്ടാണ് സുഗതമുഖാരി ടീച്ചർ പറയുന്നത്, മഴ എറിഞ്ഞ് പടുത്തുയർത്തിയ കേരളം ഇന്ന് മഴ മാറി JCB ആയി. കേരളം ഒരു കോൺക്രീറ്റ് വനമായി മാറി. മധ്യ തിരുവിതാംകൂർ ഒരു വൃദ്ധസദനമായിട്ട് മാറുന്നുവോ? ഏദൻ എന്ന ഗ്രാമത്തിൽ നിന്നും ബാബേൽ എന്ന പട്ടണ സംസ്കാരത്തിലേക്ക് ജീവിതം പറിച്ചു നടപ്പെടുന്നു. ഗ്രാമീണതയുടെ പച്ചപ്പിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. എനി കൈൻഡ് ഓഫ് ഷോർട്ട് കട്ട് വിൽ കട്ട് ഷോർട്ട് യുവർ ലൈഫ്. കൽപ്പറ്റ നാരായണൻ 2022 ഫെബ്രുവരി 4 മനോരമയിൽ എഴുതി, ആത്മബോധമാണ് പരിസ്ഥിതി ബോധം. അദ്ദേഹം അത് വിശദീകരിക്കുവാൻ രേഖപ്പെടുത്തി, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പഠിപ്പിച്ചു. അത് സ്വയാവബോധത്തിലേക്ക്, ആത്മബോധത്തിലേക്ക് അവരെ ക്ഷണിക്കുകയായിരുന്നു. എൻ്റെ വഴിയിലെ വെയിലിന് നന്ദി, എൻ്റെ ചുമലിലെ ചുമടിന് നന്ദി, എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിന് നന്ദി, വഴിയിലെ കൂർത്ത നോവിന് നന്ദി, മിഴി ചുവപ്പിച്ച സൂര്യന് നന്ദി. സുഗതകുമാരി എഴുതിയ മനോഹരമായുള്ള കവിത ശകുലമാണ്. ഈ പരിസ്ഥിതിയോടും നാം പുലർത്തുന്നതായുള്ള ബന്ധം യൂട്ടിലിറ്റി ബേസ്ഡാണ്. ആത്യന്തികമായുള്ള സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യേശുക്രിസ്തു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. പരാജയങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുവാൻ, നേടുന്നത് ദൈവാനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നതിനപ്പുറമായി ദൈവത്തിൻ്റെ നിയോഗം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായുള്ള ഒന്നായി നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തണം. ഒന്ന്, ഞാൻ പറഞ്ഞു വന്നത് പ്രത്യാശയിലേക്കുള്ള യാത്ര. 2, ആത്യന്തികമായുള്ള സത്യത്തിലേക്കുള്ള യാത്ര. 3, ഇത് കാഴ്ചകളെ ഉൾക്കാഴ്ചകളാക്കുന്ന ഒരു യാത്രയായിരുന്നു. നല്ല മറിയം അവിടെ ചെന്ന് നോക്കി, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. മറ്റു ശിഷ്യന്മാരോട് ചെന്ന് പറഞ്ഞു. അവർ ഓടി വന്ന് നോക്കി, ശീലകൾ ചുറ്റി അതിൽ വെച്ചിരിക്കുന്നതായുള്ള കാഴ്ച കണ്ടു. കല്ലറയ്ക്കുള്ളിൽ അകത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവർ കണ്ടു, വിശ്വസിച്ചു. കാഴ്ചകൾ ഉൾക്കാഴ്ചകളാകുമ്പോഴാണ് ജീവിതം സുന്ദരവും സുരഭലവുമായി തീരുവാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൈവവചന ധ്യാനത്തിലൂടെ സാധ്യമായി തീരേണ്ടുന്നത്, ധ്യാനം അവസാനിക്കുന്നിടത്ത് ജീവിതം ആരംഭിക്കുകയാണ്. ഒരാഴ്ചത്തെ വചന കേൾവി അവസാനിക്കുന്നിടത്ത് ജീവിതം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ധ്യാനമാക്കി മാറ്റുവാൻ കഴിയണം. കാഴ്ചപ്പാടുകൾ വലുതാകുമ്പോൾ അതിർവരമ്പുകൾ ചെറുതായി തീരുന്നു. സ്ലാവോക് സീസക് അദ്ദേഹം കോവിഡ് 19 ലോകത്തെ ഇളക്കി മറിക്കുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ടൈറ്റിലോട് കൂടിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, മഹാമാരിയെക്കുറിച്ച്. സ്ലാവോക് സീസക് അതിൽ പറയുന്നുണ്ട് 5 റെസ്പോൺസസ് ഈ കോവിഡ് എന്ന മഹാമാരി നമ്മെ അഭിമുഖീകരിച്ചപ്പോൾ. 1 നിഷേധം, 2 ദേഷ്യം, 3 വിലപേശൽ, 4 വിഷാദം, 5 സമ്മതിക്കൽ, ന്യൂ നോർമൽ. അദ്ദേഹം തുടർന്ന് എഴുതുകയാണ്, കോവിഡ് അവസാനത്തെ ദുരന്തമല്ല, എ ചെയിൻ ഓഫ് വൈറസ്. ഇവിടെ എന്താണ് സാധിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹവർത്തിത്വം സാധ്യമാവണം. മനസ്സുകൊണ്ട് മനസ്സിനെ തൊടുവാൻ കഴിയുന്ന ജീവിതാനുഭവം രൂപപ്പെടുത്തണം. ന്യൂ ഗ്ലോബൽ മോഡലാണ് അദ്ദേഹം പറയുന്നത്. ഐക്യത്തിൻ്റെ പുതിയ മാതൃക, സ്നേഹത്തിൻ്റെ പുതിയ മാനവികത. അതിന് അദ്ദേഹം ചേർത്ത് പറയുന്നതാണ് മനസ്സുകൊണ്ട് മനസ്സിനെ തൊടുവാൻ കഴിയുക. ഈ പ്രത്യാശയുടെ ദൂതാണ് കാഴ്ചകളെ ഉൾക്കാഴ്ചകളാക്കുക എന്ന് പറയുമ്പോൾ സാധ്യമായി തീരേണ്ടുന്നത്. ഞാൻ സൂചിപ്പിച്ച ദൈവത്തിൻ്റെ നന്മയോടൊപ്പം എത്താനുള്ള സഞ്ചാരത്തെയാണ് ജീവിതമെന്ന് പറയുന്നത്. ദൈവവിളി വിശ്വസ്തതയിലേക്കുള്ള വിളിയാണ്. ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ആർ ഇൻ്റർ റിലേറ്റഡ്. ഫെയ്ത്ത് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തയില്ലാത്ത വിശ്വാസം അർത്ഥശൂന്യമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെക്കുറിച്ച് പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. നീതിപൂർവമായുള്ള ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചാക്കുന്നത്. മോശയോട് ദൈവം പറയുന്നു, എൻ്റെ ജനത്തെ വെടിവെക്കുവാനായിട്ടുള്ള ദൗത്യം നിന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്താ അടയാളം?
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനവുമായി വരുമ്പോൾ ഈ മലയിൽ നീ എന്നെ ആരാധിക്കും. ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ്. 3 പ്രത്യാശയോടുകൂടി മുന്നേറുവാനായിട്ടുള്ള വിളിയാണ്. ഏലിയ പ്രവാചകൻ 1 രാജാക്കന്മാർ 17, 18, 19 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ അവനെ തട്ടി ഉണർത്തി നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനായിട്ടുണ്ടല്ലോ. ഹോരേബോളം യാത്ര ചെയ്യുക. ഹോരേബ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. മോശയ്ക്ക് ദൈവം വെളിപ്പെട്ട ഇടമാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് യാത്ര ചെയ്യുക. കാഴ്ചകൾ ഉൾക്കാഴ്ചകളാവുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ്, നീതിപൂർവമായ ജീവിതശൈലി, പ്രത്യാശയോടുകൂടി മുന്നേറുവാനായിട്ടുള്ള നിയോഗം നമുക്ക് ലഭ്യമാകും. 4 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിച്ചു. മഗ്ദല മറിയവും മറ്റേ മറിയയും യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ അവർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കത്തവണ്ണം കർത്താവിൻ്റെ പ്രത്യക്ഷത അവർക്ക് ലഭ്യമാകുന്നു. നിങ്ങൾ ഗലീലയിൽ ചെന്ന് ശിഷ്യന്മാരോട് പറവീൻ ഉയർപ്പിനെക്കുറിച്ച്. ഗലീലി അസംഘടിതരുടെ ഇടമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് അർത്ഥപൂർണമായി തീരുന്നത്, സംഗതമായി തീരുന്നത് അസംഘടിതരായിട്ടുള്ള ആളുകൾക്കാണ്. യേശു ദൈവാലയത്തിൽ പോയി എന്നുള്ളതിനേക്കാൾ യേശു പോയ ഇടങ്ങളെല്ലാം ദൈവാലയങ്ങളാക്കി രൂപപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഗലീലയിൽ ചെന്ന് ശിഷ്യന്മാരോട് പറയുക, ഒരു നിയോഗമായിരുന്നു. ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, ജനം എന്നെ ആരെന്ന് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പക്ഷേ പീലാത്തോസിൻ്റെ മുൻപിൽ യേശു നിൽക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. 3 പേര് ചോദിക്കുന്നു, നീയും ഇവനോട് കൂടെയുള്ള, എനിക്കൊന്നും അറിയില്ല. അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം, യേശുവിൻ്റെ നോട്ടം അതായിരുന്നു. 2 വിശ്വാസത്തിൻ്റെ ആഴപ്പെടലാണ്. യേശുവാണ് കടൽ മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസ് വെള്ളത്തിലേക്ക് ചാടുന്നു, താഴാൻ തുടങ്ങുന്നു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു? വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിലേക്കാണ് യേശു അവനെ നയിക്കുന്നത്. 3 ഗെത്സമനയിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് വെട്ടുന്നു. വാൾ ഉറയിലിടുക. ഇവിടെ പറയുന്നത് നിരായുധീകരണമാണ് ശിഷ്യത്വമെന്നാണ്. അതുകൊണ്ട് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ച കാഴ്ചകളെ ഉൾക്കാഴ്ചകളാക്കി കുരിശിൻ്റെ പാതയിൽ ചരിക്കുന്നതിലൂടെയാണ് സാധ്യമായി തീരുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ അസംഘടിതർക്ക് ഉള്ള പരിമിതികളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ലഭ്യമായ ആ പ്രത്യാശയുടെ സന്ദേശം ആണ് ഈ ശിഷ്യന്മാരിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിന് മഗ്ദലയുടെ കാര്യത്തിൽ മറിയ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുകയും മിഷണറിയായി മറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറയുകയും ചെയ്യുന്നു. അമ്മ വിളക്കുകൾ ഒരിക്കലും അണയാൻ പാടില്ല. ടി പത്മനാഭൻ എഴുതിയ മനോഹരമായുള്ള ഒരു ചിന്തയാണ്. തൻ്റെ സ്വന്തം മദറിനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് പറഞ്ഞ ശേഷം അമ്മ വിളക്കുകൾ ഒരിക്കലും അണയുകയില്ല. മധ്യ കേരളത്തിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരു അമ്മ തനിയെ താമസിക്കുകയാണ്, വലിയൊരു വീട്. മകൻ കുറച്ച് ദൂരെയുണ്ട്, മകളും അടുത്ത് തന്നെ വേറൊരിടത്തുണ്ട്. 1 മാസമായിട്ട് അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മകൻ ഒരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ആ കതക് ചെന്ന് ചവിട്ടി തുറന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ അത്താഴം ഒരുമിച്ച് കഴിക്കുന്നതായുള്ള മനോഹരമായുള്ള ചിത്രം കൊത്തിവെച്ചിരിക്കുന്നതായുള്ള ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോൾ അമ്മ 1 മാസമായിട്ട് അവിടെ മരണപ്പെട്ട് കിടന്നതായുള്ള കയ്യിലൊരു മൊബൈൽ ഫോണുമായിട്ട് കിടക്കുക, മകനോ മകളോ വിളിക്കും എന്നുള്ള ചിന്തയിൽ. നമുക്കറിയാം, ഒരു ഡിലീറ്റിനപ്പുറം ആഴമില്ലാത്ത ആത്മബന്ധങ്ങൾ. അജ്ഞാതനെ ലൈക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളവനെ തിരിച്ചറിയാതെ പോകുന്നതായുള്ള അനുഭവം നമ്മുടെ ചുറ്റുപാടിൽ. അമ്മ വിളക്കുകൾ ഒരിക്കലും അണയുവാൻ പാടില്ല. ചെറുതുരുത്തിൽ കാണ്ടമ്മ എന്ന വനിത തുമ്പോൺ സ്വദേശിനിയാണ്.
ഭർത്താവ് ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശേഷം റാന്നിയിലും അതോടൊപ്പം തന്നെ മല്ലപ്പള്ളിയിലും മറ്റും സുവിശേഷ ട്രാക്സുമായിട്ട് പോയി സുവിശേഷ വേല ചെയ്ത സ്ത്രീരത്നമായിരുന്നു ചെറുതുരുത്തിൽ കാണ്ടമ്മ. സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടി നാം വിളിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ക്രിസോസ്റ്റം തിരുമേനിയുടെ ബർത്ത് സെൻറ്റിനറിക്ക് ചെന്നൈ, ബാംഗ്ലൂർ, ഭദ്രാസനം ഒരുക്കിയ മനോഹരമായുള്ള ഒരു പ്രോജക്റ്റാണ് പോർട്ടേഴ്സിൻ്റെ ഇടയിലെ വേല. തിരുമേനി ജോളാർപട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെയ്തതായുള്ള ആ ശുശ്രൂഷയെ ഓർത്തുകൊണ്ടാണ്. ബർത്ത് സെൻറ്റിനറിക്ക് പോർട്ടേഴ്സ് അവിടെ വന്നു. ചെന്നൈയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടേഴ്സ് അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ബിഷപ്പായി. തിരുമേനി പറഞ്ഞു, വളരെ സന്തോഷത്തോടുകൂടി അവരോട് തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് കുടുംബം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുടെ നിയോഗമാണ് സുവിശേഷ വേല. ഇന്ന് ആധുനികതയുടെ ആഘാതം ഏറ്റവും കൂടി വന്നിരിക്കുന്നത് കുടുംബങ്ങൾക്കാണ്. ഉദ്ധാന മഹോത്സവത്തിൽ വസന്തത്തിൻ്റെ ലില്ലിപ്പൂക്കൾ സമ്മാനിക്കുന്ന പ്രത്യാശയുടെ വാഹകരായിരിക്കാൻ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ ചൊരിയട്ടെ. പ്രത്യാശയിലേക്കുള്ളൊരു യാത്ര, അതോടൊപ്പം തന്നെ ആത്യന്തികമായുള്ള സത്യത്തിലേക്കുള്ള യാത്ര, കുരിശിൻ്റെ പാതയിലെ യാത്ര. തീർച്ചയായിട്ടും ഈ പ്രത്യാശയിലേക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ ഈ വചന കേൾവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുക്ക് നമുക്ക് പ്രയോജനകരമാക്കി തീർക്കട്ടെ. പ്രാർത്ഥിക്കാം.